എല്ലാവർക്കും മമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഉത്രാളിക്കാവിൽ നിന്നും ദർശനം കഴിഞ്ഞ് ഞങ്ങളുടെ വാഹനം ഇതാ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മുള്ളൂർക്കര റോട്ടിലേക്ക് കടന്നിരിക്കുന്നു. ഇവിടെയാണ് ഈ ക്ഷേത്രം കണ്ടത്, അകമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. പണ്ട് ഈ വഴിക്ക് പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അന്ന് ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് ഇവിടെ എത്തുമ്പോൾ ഒന്ന് സ്ലോ ഡൗൺ ആവുകയും ആളുകൾ അവിടേക്ക് നാണയത്തുട്ടുക വലിച്ചെറിയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ അമ്പലം ഇപ്പോഴും വഴിയിലിരുന്ന് കാണുന്നതാണ്, അല്ലാതെ ഞാൻ അകത്തേക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ വണ്ടി ഒന്ന് പതുക്കെ നിർത്തി ഇവിടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കായി കാണിച്ചു തരുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ അമ്പും വില്ലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ധർമ്മശാസ്താവാണ് പ്രധാന പ്രതിഷ്ഠ. എല്ലാ മണ്ഡലകാലത്തും മലയാള മാസത്തിലെ ആദ്യ ശനിയാഴ്ചയും ഇവിടെ വളരെ പ്രധാനപ്പെട്ട പൂജകൾ നടക്കാറുണ്ട്. ആ അവസരങ്ങളിൽ അന്നദാനം നടത്താറുണ്ട്. നീങ്ങുമ്പോഴാണ് പാർക്കിംഗ് സൗകര്യം കണ്ടത്. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അമ്പലത്തിൽ ബാക്കിലൊക്കെ സ്ഥലമുണ്ടോ തോന്നുന്നു. നല്ല കാടാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇതാ വീണ്ടും ഇപ്പോൾ കാട്ടിനുള്ളിൽ കൂടെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം, നല്ല രസമുണ്ട്. ചാറ്റൽ മഴയും ഇത് രസാലേ വഴി. അങ്ങനെ കാനൻ്റെ ഭംഗി നുകർന്നുകൊണ്ട് ചാറ്റൽ മഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്കിങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വഴിയില്ലേ, റോഡൊക്കെ നല്ല റോഡാണ്. എന്തൊക്കെ കൃഷിയും ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് ഇവിടെ അടുത്താണ് പാഞ്ഞാൾ ക്ഷേത്രം എന്നറിഞ്ഞത്. അപ്പോൾ ഞങ്ങളിന്ന് അവിടെയും കൂടി ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഊകളമായി പാഞ്ചാൾ ക്ഷേത്രത്തിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ വടക്കേ അറ്റത്താണ് ഈ പാഞ്ഞാൾ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ നിത്യേന വേദപാരായണം നടക്കുന്ന വളരെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഞാൻ പറയുന്നത്. ചേട്ടാ അമ്പലം ഇവിടെ 1.5 കിലോമീറ്റർ ഉള്ളൂ. അത് ഞാൻ പറയാം, കിലോമീറ്റർ കുറവാണേ. ക്ഷേത്രത്തിലേക്ക് ഇനി ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഗൂഗിളമായി പറയുന്നത്. വളരെ മനോഹരമായ പ്രദേശം. എന്തായാലും ആദ്യമാണ് ഈ വഴിയെ കൂടെയൊക്കെ വരുന്നത്. മഴ നനഞ്ഞ പ്രഭാതം. ഇങ്ങനെയുള്ള സമയത്ത് യാത്ര ചെയ്യുന്നതും ഒരു പ്രത്യേക രസമാണല്ലേ. എന്തായാലും നല്ല വൈബ് കിട്ടോ. എന്താ രസം. നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും ഇങ്ങനത്തെ സ്ഥലം കാണാത്തതുകൊണ്ട് പണ്ട് നമ്മുടെ ഭാഗവും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പം എല്ലാ പാടങ്ങളും പോയി, ബിൽഡിങ്ങുകൾ മാത്രമായി. ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ പാടങ്ങളേ ഇല്ല എന്ന് പറഞ്ഞ പോലെയായി. എന്തായാലും വളരെ മനോഹരം. അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായി തുടങ്ങിയിരിക്കണമെന്ന് തോന്നുന്നു. വെറുതെ അല്ല കേട്ടോ ഈ സ്ഥലം 10-30 സിനിമകൾക്ക് വേദിയായത്. 1971 കുട്ടിയടത്തി എന്ന പടത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട MT സാറാണ് ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ലോകത്തിന് മുമ്പിൽ ആദ്യമായിട്ട് കാണിച്ചു കൊടുത്തത്. അതിനുശേഷം ധാരാളം പടങ്ങൾ ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ദേവാസുരം, ഈ പുഴയും കടന്ന്, ബാലേട്ടൻ, മാടമ്പി, മലർവാടി ആർട്സ് ക്ലബ്ബ്, ഗോദ, നാട്ടുരാജാവ്, ആധാരം, ഇതൊന്നും കൂടാതെ മുത്തു എന്ന തമിഴ് സിനിമ, ഇതൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ടിംഗ് നടന്നതാണ്. ഇതിലധികം സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. നമ്മളിവിടെ എത്തി 2 വഴിക്ക് തിരിയുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേവാസുരത്തിൻ്റെ മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെ ഇതാണ്. ഇത് സുബ്രഹ്മണ്യം കോവിലാണ്. പിന്നെ മഹാലക്ഷ്മി നാരായണ യാഗമൊക്കെ നടക്കണ അമ്പലം. ഇവിടെ ഒരു അമ്പലം യാഗമൊക്കെ നടക്കണം. ഈ വഴിയാ
അങ്ങനെ പോണം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പറ്റുന്നുണ്ട്. അത് വേണ്ട, അതിൽ കൂടെ പോവാം. അല്ല, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്താണോ? അല്ല, ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട്. ക്ഷേത്രം നോക്കിയിട്ട് വരാം. അങ്ങനെ പോണ്ട. നടക്കണ അമ്പലം ഇവിടെ ഒരു അമ്പലം, യാഗമൊക്കെ നടക്കണം. ഈ വഴിയാ? അങ്ങനെ പോണം. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പറ്റുന്നുണ്ട്. അത് വേണ്ട, അതിൽ കൂടെ പോവാം. അല്ല, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ അടുത്താണോ? അല്ല, ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട്. ക്ഷേത്രം നോക്കിയിട്ട് വരാം. കാട്ടിൽക്കാവ് ശിവക്ഷേത്രം. അങ്ങനെ പോണ്ട. നമുക്ക് ഇവിടുന്ന് അവിടെ തിരിക്കുകയാണ്. ഇതാണ് കേട്ടോ കാട്ടിൽക്കാവ് അല്ലേ? അറിയാതെ വന്നെത്തിയതാണ് ഇവിടെ. Make a U-turn, then turn left onto Chellakkara, Banjal, Shornur Road. കേറണ കേറണമെന്നില്ല. അവിടെ നോക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നു. ലെഫ്റ്റാണ്, നേരെയാണ് പോകുന്നത്. 400 meters, turn left. ഇനി രണ്ടാമത്തെ പാടം കഴിഞ്ഞിട്ടാണ് അടിപൊളി ലൊക്കേഷനാണ്. ആരാകിൽ എന്ത് കണ്ണുള്ളവർ നോക്കി നിന്നു പോകും എന്ന് പറഞ്ഞ പോലെയുള്ള ലൊക്കേഷനാണ്. ദൂരെയായിട്ട് അമ്പലം കാണുന്നുണ്ട്, രണ്ട് ഭാഗത്തു കൂടെ വഴി കാണുന്നുണ്ട്. അതിലേതിലേ പോകണം എന്നുള്ളതാണ്. പാടത്തു കൂടെ റോഡ് പോകുന്നത് അവിടേക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദൂരെയായിട്ടൊരു ബോർഡ് കാണുന്നുണ്ട്, അപ്പോൾ ആ വഴിക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മൈതാനത്തൊക്കെയാണ് യാഗം നടന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഗ്രാമീണ തനിമ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമല്ലേ? എന്താ രസം! ഗ്രാമത്തിൻ്റെ വിശുദ്ധി ഇപ്പോഴും അവിടെ നോക്കിയാൽ കാണാം. ഇതാ അവിടെ ക്ഷേത്രത്തിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു വഴിയാണ്, മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഷെഡൊക്കെ ഉണ്ട് അവിടെ. ഇവിടെയൊക്കെ വീടുകളാണ്, മനകളാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് കുറച്ച് പോകണം. വളരെ നേരിയ കോടാണ്, വീതിയൊന്നുമില്ലാത്ത കോടാണ്. പാടത്തിൻ്റെ പക്കത്ത് കൂടെ കുറച്ച് ദൂരം ഇട്ട് പോകണം. ഇതിൻ്റെ പണി ായിട്ട് തിരിയണം. ലേഡി വരുന്നുണ്ട്. നിങ്ങളുടെ വണ്ടി ശരിക്കും പോയിക്കോട്ടെ വെച്ചിട്ട് സ്ത്രീ പാവം തിരിച്ച് അമ്പലത്തിലോടേക്ക് കയറി. വണ്ടി എവിടെ ഇടുക? അമ്പലത്തിലേക്ക് വന്നതാണ്. അടച്ചു അതിന് അങ്ങനെ കറങ്ങി പോകാൻ പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റുമോ? ഓ വേണ്ട, അത് ഭയങ്കര പ്രശ്നമാണ്. വീതി കുറവാണ്. അതെ, അപ്പോൾ അവരുടെ അഭിപ്രായം മാനിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു. ഒരു ഭാഗത്ത് കുറേ കൊട്ടത്തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഇരുന്നിട്ട് സമുച്ചയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കുളം കണ്ടു, ഒരു ചെറിയ കുളം. അതിനുശേഷം പുറത്തായിട്ടൊരു വലിയ കുളം കണ്ടു. അതാണിത്. ഇതാണ് അമ്പലത്തിൻ്റെ ഉൾഭാഗം. ലക്ഷ്മീനാരായണ ക്ഷേത്രം ശ്രീകോവിലിൻ്റെ ഭാഗമൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണെന്നുള്ളത് അറിയാം. ഇവിടെ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം താഴെ എഴുതി വെച്ചിട്ടുണ്ട്. പാഞ്ഞാൾ ദേശത്ത് അരുളുന്നവനും ലക്ഷ്മി സങ്കല്പത്തിലുള്ള ദേവനും സർവവ്യാപിയും വേദവചനങ്ങളാൽ മാത്രം വിളിക്കപ്പെടാൻ കഴിയുന്നവനും വിശ്വം മുഴുവൻ അഞ്ഞു നിൽക്കുന്ന തേജസ്സോടു കൂടിയവനും ലോകനാഥനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു. ഇതാണ് കേട്ടോ ശ്ലോകത്തിൻ്റെ അർത്ഥം. ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ ഒരു കുളം കണ്ടു. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. വേറൊരു കുളം പുറത്തും കണ്ടു. ഏകദേശം 5 അടിയോളം ഉയരമുള്ള ഒരു അപൂർവ വിഗ്രഹമാണ് എന്നാണ്
പറഞ്ഞു കേട്ടത്. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട് മധുരമില്ലാത്ത പാൽപ്പായസമാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ പുറമേയുള്ള കുളം. അത് ഇത്തിരി വലിയ കുളമാണ്. ഞാൻ അവിടേക്കൊന്നും ഇറങ്ങിപ്പോയില്ല. രാകേഷ് അവിടേക്ക് ഇറങ്ങി അത് കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, ചിത്രം എടുത്തന്നു. ശ്രീകോവിൽ അടച്ചിരിക്കുന്നതിനാൽ ഭഗവാനെ ദർശിക്കുന്നതിനും വന്ദിക്കുന്നതിനും കഴിയാത്ത വിഷമത്തോടുകൂടി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങുകയാണ്. വീണ്ടും ഒരിക്കൽ ഇവിടേക്ക് വരാമെന്ന വിശ്വാസത്തോടു കൂടി. വളരെ പൗരാണികമായ ക്ഷേത്രമാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടില്ലേ, ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ധാരാളം പരിപാടികൾ നടക്കാറുണ്ട് എന്നറിഞ്ഞു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ അമ്പലത്തിലേക്ക് വേറെ വഴി കൂടെയും വരാൻ തോന്നുന്നു. മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്. ചെമ്പോരകളിൽ അകത്തോട്ട് വീഴുന്ന ശബ്ദം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വരാം എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ലക്ഷ്യം നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളിയിലേക്കാണ് അടുത്ത യാത്ര. അവിടേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അമ്പലത്തിൻ്റെ മറുഭാഗത്തു കൂടിയുള്ള വഴിയാണിത്. അവിടെയും ഒരു വണ്ടിക്ക് പോകാം, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ വീതി. എതിരെ നിന്ന് ഏതെങ്കിലും വണ്ടി വന്നാൽ പ്രശ്നമാവും. വളരെ സാവകാശത്തിലാണ് രാകേഷ് വണ്ടി ഓടിക്കുന്നത്. കാരണം മഴയും പെയ്യുണ്ട്, പരിചയമില്ലാത്ത വഴിയും ഇടുങ്ങിയ വഴി. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശം. അങ്ങനെ ഞങ്ങളിതാ റോട്ടിലേക്ക് കയറി. എന്തായാലും ഈ വഴിക്ക് ഇനി ഒരിക്കൽ കൂടി വരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അത്രയും നല്ലൊരു വൈബുള്ള സ്ഥലം, നല്ല പോസിറ്റീവ് വൈബ് പ്രദാനം ചെയ്യുന്നൊരു സ്ഥലമാണിത്. കഴിയുമെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ വന്ന് കാണണം എന്നാണ് ഞാൻ പറയുക. അത്രയ്ക്കും മനോഹരമായൊരു സ്ഥലം. അമ്പലത്തിൽ പോയി ശരിക്കും തൊഴണം. അതിനിഞ്ഞ് ഒരിക്കൽ വരാമെന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങൾ യാത്ര തുടരുകയാണ്. നല്ല മനോഹര കാഴ്ചകളാണ്. അതൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാതിരിക്കുന്നത് എങ്ങനെ? അപ്പോൾ വളരെ മനോഹരമായ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. വിശ്വാസം അതല്ലേ എല്ലാം അല്ലേ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും കമൻറ്റൊന്നും തരാൻ മടിക്കണ്ടെന്നേ. പിന്നെന്താ അത്ര ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള ദിവസം, മനോഹരമായൊരു ദിവസം. കാരണം എന്താ വെച്ചാൽ അധികം മഴ പെയ്യുന്നില്ല, എന്നാൽ ചെറുതായിട്ട് മഴ ചാകുന്നുണ്ട്. ഇടയ്ക്ക് വെയിലൊന്നും എത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടരുന്നു. അത് പറഞ്ഞപ്പോഴാണിത് ഈ ഒരു പോസ്റ്റർ കണ്ടില്ലേ. ഇതേപോലത്തെ ഫ്ലക്സും പോസ്റ്ററുകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, എൻ്റെ ഗ്രാമത്തിൽ ചുരുങ്ങിയതൊരു 10-500 ഉണ്ടാവും. കണ്ടില്ലേ. അത് പ്രത്യേകം പറയാൻ വേണ്ടി ഞാനൊന്ന് നിർത്തിയെടുത്തതാണ് വീഡിയോ. ഇങ്ങനത്തെ പോസ്റ്റർ ഇടുന്നത് ആരാധനയൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത് നമുക്ക് അനിവാര്യമാണോ? പൈസ ദൂർത്തടിക്കുകയല്ലേ. പൈസ ദൂർത്തടിക്കൽ മാത്രമല്ല, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പരിസ്ഥിതിക്ക് എത്ര വലിയ ആഘാതം ഏൽപ്പിക്കുക എന്നുള്ളത് നമ്മളെന്താ ഓർക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന് പറയുമ്പോഴും വീണ്ടും വീണ്ടും നമ്മൾ ഇത്തരം ദുർവ്യയം മൂലം നമ്മൾ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുകയല്ലേ. ശരിയാണ്, പ്രിൻറ്റിങ് പ്രസ്സുകാർക്കൊക്കെ നല്ല കാശ് കിട്ടും. പക്ഷേ അത് അവനവൻ്റെ കാശ് വെറുതെ ദൂർത്തടിച്ച് നാടിനെയും നാട്ടുകാർക്കും ബുദ്ധിമുട്ടിച്ച് കൊണ്ട് വേണോ? ആരാധനയൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ ഇതുപോലെയുള്ള ഫ്ലക്സൊന്നും അടിച്ചിട്ട് ആരാധിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവരൊക്കെ അതേ മൂടും തട്ടി കുടഞ്ഞ് പലരും അവരുടെ വീട്ടിലെത്തിക്കഴിഞ്ഞു. അവർക്കിതൊന്നും അറിയും കൂടിയില്ല നമ്മളിവിടെ കിടന്ന് അങ്ങനെ ആരാധിക്കുന്നു എന്നുള്ള കാര്യം. ആ കളിച്ചവർക്കൊന്നും അറിയില്ല. അപ്പോൾ അത് വേണമെന്നുള്ള ചിന്തിക്കുക. ഇത് ഗവൺമെൻറ് നിരോധിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെയോ? അപ്പോൾ ഞാനെൻ്റെ യാത്ര തുടരുന്നു. നിങ്ങളും കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ അമ്മു പി എം കോങ്ങാട്ടിൽ.